ജോൺ ജേക്കബിന്റെ സഹോദരിയല്ലേ? അതെ. അച്ഛനെ ഞങ്ങളെ എങ്ങനെ അറിയാം? ഞാൻ വഴുത്തല ഇടവകയിലുണ്ടായിരുന്നു. ഓർമ്മ കിട്ടുന്നില്ല. പ്രിൻസ് അൽഫോൻസയുടെ മകനാണ്. ഇതിൽ കൂടുതൽ എഴുതാനുള്ള മനസാന്നിധ്യം ഹലോ, അഡീഷൻ സൂപ്രണ്ട് അല്ലേ? ആ, അൽഫോൺസയാണ്. വീട് വരെ ഒന്ന് പോവാണ്. വരാൻ വൈകും. താങ്ക് യു. ഞാൻ എഴുതിയ കത്ത് വായിച്ചു. കൊലപ്പുള്ളിയായ പ്രിൻസ് ജയിൽ സൂപ്രണ്ടിന്റെ മകനാണെന്ന് മുഖത്ത് നോക്കി പറയാനുള്ള മനസാന്നിധ്യം എനിക്കില്ലായിരുന്നു. പ്രസവത്തിൽ വെച്ച് തന്നെ എന്റെ കുഞ്ഞ് മരിച്ചുപോയി എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അന്ന് ഒരു ചോരക്കുഞ്ഞുമായി ജോൺ ജേക്കബ് എന്റെ പള്ളി അരമനയിൽ വന്ന് കുടുംബത്തിന്റെ അഭിമാനം രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവിൽ വിശ്വാസമുള്ള എനിക്ക് എതിരെ പറയാൻ കഴിഞ്ഞില്ല. അച്ഛൻ ഈ വിവരം അന്നേ എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അനാഥാലയത്തിൽ വന്നെങ്കിലും ഞാൻ എന്റെ മോനെ കാണുമായിരുന്നു. രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടത് ഒരു വൈദികന്റെ കടമയാണ്. അല്ലെങ്കിൽ അത് പാപമായിരിക്കും. പക്ഷേ ഇപ്പോൾ എന്റെ നിയന്ത്രണം വിട്ടുപോയി. സ്വന്തം മകന്റെ കഴുത്തിൽ കൊലക്കയറിടാനുള്ള ഉത്തരവിൽ
ഒപ്പുവയ്ക്കേണ്ട ഒരു അമ്മയാണ് ഞാൻ. അത് പാവമല്ലേ അച്ഛോ? ഒരമ്മയുടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് എന്തുത്തരം പറയണമെന്ന് എനിക്കറിയില്ല. അൽഫോൻസ, മനസ്സമാധാനത്തിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എന്റെ മോന്റെ കഴുത്തിൽ കൊലക്കയർ വീഴുമ്പോൾ വേദനിക്കരുതെന്ന് മാത്രമേ എനിക്കിനി പ്രാർത്ഥിക്കാനുള്ളൂ. ശരത്, കഴിയുന്നതും വേഗം അച്ഛനെ കാണണം. നമ്മുടെ വിവാഹത്തെ പറ്റി സംസാരിക്കണം. ഞാൻ ജേക്കപ്പച്ചായനെ കാണണം ശരത്. നമ്മുടെ വിവാഹം ഇനിയും നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. ജേക്കപ്പച്ചായൻ എന്നെ ഇഷ്ടമല്ല, അദ്ദേഹം എതിർക്കും. അച്ഛനെ എതിർത്താൽ നമുക്ക് എവിടെയെങ്കിലും പോവാം, ഒരുമിച്ച് ജീവിക്കാം. അതൊക്കെ മോശമല്ല അൽഫോൻസ. ശരത് എന്നെ മനസ്സിലാക്കാത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അൽഫോൻസ, ശരത്, ഞാൻ ഗർഭിണിയാണ്. അൽഫോൻസ. അതെ ശരത്, കഴിയുന്നത്ര വേഗം നമ്മൾ വിവാഹം കഴിക്കണം. അല്ലെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ജേക്കപ്പച്ചായനെ പോയി കാണും. ആരെതിർത്താലും ഞാൻ അൽഫോൻസയെ വിവാഹം കഴിക്കും. അൽഫോൻസ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ശരത്, ആരെങ്കിലും കാണും, വരൂ. അപ്പൊ പറഞ്ഞ പോലെ ശരി, വരട്ടെ. കുടുംബത്തിന് പേരുദോഷം വരുത്തി വെച്ചതും പോരാ, പറയുന്ന അനുസരിക്കാനും ഭാവമില്ല. അൽഫോൻസ, നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണാം. ഇല്ല, എന്റെ കുഞ്ഞിനെ ഞാൻ നശിപ്പിക്കില്ല. എന്റെ കുഞ്ഞ് വളരണം, ശരത്തിന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ. എന്ത് പറഞ്ഞാലും ഒരു ശരത്ത്, ഒന്നും കൊള്ളരുതാത്ത ഒരു തെണ്ടി. ജീവിച്ചിരുന്നെങ്കിൽ എന്ത് സഹിച്ച് കല്യാണം കഴിപ്പിക്കാമായിരുന്നു. ഈ കുടുംബത്തിന്റെ അഭിമാനം. എന്നെ കൊന്നോളൂ, എന്നാലും എന്റെ കുഞ്ഞിനെ No. No. എന്റെ കുഞ്ഞ്. ഐ എം വെരി സോറി. നിങ്ങളുടെ കുഞ്ഞ് മരിച്ചുപോയി. അൽഫോൻസ, സമാധാനമായി. കരയണ്ട. സിസ്റ്റർ, എനിക്ക് അച്ചായനോട് തനിച്ച് സംസാരിക്കണം. അൽഫോൻസ, നീ കരയുന്നു? ഒരമ്മയുടെ കരച്ചിലാണ്. മകനെ എന്ന് വിളിക്കാൻ കഴിയാത്ത ഒരമ്മയുടെ കരച്ചിൽ. ഫാദർ ഡൊമിനിക് എല്ലാം എന്നോട് പറഞ്ഞു. അച്ചായന് ചോദ്യങ്ങൾ ചോദിച്ച് വിഷമിപ്പിക്കാനല്ല ഞാൻ വന്നത്. ഒരമ്മയുടെ മനസ്സിന്റെ തേങ്ങൽ അറിയിക്കാനാണ്. നിനക്ക് ഇവിടേക്ക് സ്ഥലം മാറ്റം കിട്ടിയപ്പോ എന്റെ മനസ്സും തളർന്നു.
ജയിലഴികളിൽ പിടിച്ചു നിൽക്കുന്ന എന്റെ മോനെ കണ്ടപ്പോ എന്റെ മനസ്സ് തകർന്നു പോയി അച്ചായ. ഞാൻ എത്ര ആഗ്രഹിച്ചെന്നോ അവൻ എന്നെ അമ്മയെന്നൊന്ന് വിളിക്കുന്നത് കേൾക്കാൻ. അവന്റെ മുഖത്ത് നോക്കി മോനെ എന്ന് എന്റെ മനസ്സ് എത്ര പ്രാവശ്യം വിളിച്ചെന്നോ. ഞാൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മയെന്ന് വിളിക്കുന്നത് കേൾക്കാനുള്ള ഭാഗ്യം എനിക്കില്ലല്ലോ അച്ചായ. May I come in, madam? യെസ്. മാഡം, അലക്കുകാരൻ തന്നാണ്. മാഡത്തിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു. താങ്ക് യു. മാഡം, ഗുഡ് ഈവനിങ്. മാഡത്തിന് ഡിന്നറിന് കൂട്ടിക്കൊണ്ടു പോകാനാ ഞാൻ വന്നത്. ഇരിക്കൂ ഇരിക്കൂ. മനസ്സിനൊരു സുഖമില്ല, അതുകൊണ്ട്. മാഡം എപ്പോഴും ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ടാ മനസ്സിലുള്ളത് ആരോടെങ്കിലും ഒക്കെ തുറന്നു പറഞ്ഞാ കുറച്ച് ആശ്വാസം കിട്ടില്ലേ? ശരിയാണ്, പക്ഷേ എങ്കിൽ പോകാം മാഡം. ഇനി ഒരിക്കലാകാൻ ഡാലിയ. അത് പറഞ്ഞാ പറ്റില്ല. എല്ലാം ഒരുക്കിയിട്ടാ ഞാൻ വന്നത്. ആരുടെ നിർബന്ധത്തിനും ഞാൻ ഇതുവരെ വഴങ്ങിയിട്ടില്ല. ഇത് നിർബന്ധമല്ല, എന്റെ ആഗ്രഹമാണ്. മാഡം വരണം. ശരി. ഇവിടെ ഇരിക്കാം. മാഡത്തിന് ഡിന്നർ ഇഷ്ടപ്പെട്ടോ എന്തോ? വളരെ നന്നായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് തൃപ്തിയോടെ ഞാൻ ഇത്രയും ആഹാരം കഴിച്ചത്. സാധാരണ ഞാൻ എങ്ങും പോകാറില്ല. മാഡത്തിന്റെ സ്വഭാവം അതാണല്ലോ. ആരുമായും അധികം അടുപ്പം കാണിക്കാതെ ഒറ്റയ്ക്കിങ്ങനെ. ഏകാന്തത ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഞാനും ഒറ്റയ്ക്കാണ്. എന്റെ ചെറുപ്പത്തിലെ അപ്പച്ചനും അമ്മച്ചിയും മരിച്ചു. പിന്നെ ചേട്ടന്റെ കാര്യമൊന്നും ഡാലിയ പറഞ്ഞില്ലല്ലോ. എന്റെ ചേട്ടൻ ഒരു അപകടത്തിൽപ്പെട്ട്. ഐ എം സോറി. എനിക്കാരുമില്ല മാഡം. അപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? എല്ലാം നോക്കി നടത്താൻ ഉത്തരവാദിത്വമുള്ള ഒരാളുണ്ട്. ഇന്ന് അദ്ദേഹം എസ്റ്റേറ്റിലേക്ക് പോയിരിക്കുകയാണ്. ഡാലിയയ്ക്ക് ഒരു വിവാഹമൊക്കെ കഴിച്ച് സുഖമായി ജീവിച്ചൂടെ? വിവാഹം കഴിക്കണം. ഞാനൊന്ന് ചോദിച്ചോട്ടെ? വ്യക്തിപരമാണ്. മാഡം എന്താ വിവാഹം കഴിക്കാറുന്നത്? ഇങ്ങനെയൊരു ചോദ്യം ആരും എന്നോട് ചോദിച്ചിട്ടില്ല. ഞാനതിന് അവസരം കൊടുത്തിട്ടുമില്ല. ക്ഷമിക്കണം. ഇഷ്ടപ്പെട്ട പുരുഷനെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. ഇഷ്ടപ്പെടുന്ന പുരുഷനെ തന്നെ വിവാഹം കഴിക്കണം, അതാണ് എന്റെയും തീരുമാനം. ഡാലിയ ആരെയോ കണ്ടുവച്ചിട്ടുള്ളത് പോലെയാണല്ലോ പറയുന്നത്. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. കോട്ടയെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹങ്ങൾക്കെതിരെ നിൽക്കാൻ ആരുമില്ലല്ലോ. പിന്നെന്താ? മാഡത്തിനെ ഞാൻ എന്റെ അമ്മയെ പോലെ കരുതുന്നു. ഞാൻ അമ്മേനൊന്ന് വിളിച്ചോട്ടെ? എന്താ മാഡം, ഇഷ്ടമില്ലെങ്കിൽ വിളിക്കുന്നില്ല? വിളിച്ചോളൂ, എത്ര തവണ വേണമെങ്കിലും. അമ്മ, അമ്മേ. പറയൂ. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ നടത്തിത്തരാം. നീ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? പ്രിൻസിനെ. അദ്ദേഹത്തെ അല്ലാതെ എന്റെ ജീവിതത്തിൽ വേറെ ആരെയും വിവാഹം കഴിക്കില്ല. പ്രിൻസ് ഒരു കൊലപാതകിയാണ്. വധശിക്ഷയ്ക്ക് ദിവസവും കാത്തു കിടക്കുന്ന ഒരു ജയിൽ പുള്ളി.
എല്ലാം എനിക്കറിയാം. വളരെ ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. മാഡം പ്രിൻസിനോടൊന്ന് പറഞ്ഞ്. വേണ്ട കുട്ടി, ഈ പ്രായത്തിൽ ഇങ്ങനെ പലതും തോന്നും. ഏതാനും ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഒരു വിവാഹത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല. എന്നെ വിവാഹം കഴിക്കുന്ന ആൾ പിറ്റേ ദിവസം മരിച്ചു പോയാലോ? അങ്ങനെയൊന്നും ചിന്തിക്കരുത്. പ്രിൻസിന്റെ ഭാര്യയായി അധികാലം ജീവിക്കാനല്ല, അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ അമ്മയാകാനാ എനിക്ക് ആഗ്രഹം. മാഡം, ഇത് ഉറച്ച തീരുമാനമാണോ? അതെ. ഞാനൊന്ന് ആലോചിക്കട്ടെ.